അപ്പോൾ എല്ലാവർക്കും ലാ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നമ്മുടെ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബറ സിറ്റിയിലൂടെയുള്ളൊരു യാത്രയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു കാൽനട യാത്ര. ആ യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു ക്യാപിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് എഡിൻബറ നഗരം ഒരുപാട് ടൂറിസ്റ്റുകളെയാണ് ഓരോ വർഷവും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ രേഖപ്പെടുത്തുന്നത് വർഷം തോറും 4 മില്യണോളം ടൂറിസ്റ്റുകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എഡിൻബറ വിസിറ്റ് ചെയ്യുന്നത്. സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന ആരും ഈ ക്യാപിറ്റൽ സിറ്റി മിസ്സാക്കാറില്ല. എഡിൻബറ സിറ്റിയിൽ വന്നാൽ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്പോട്ടാണിത്. ഈ മോണ്യുമെൻ്റാണ് സ്കോട്ട് മോണ്യുമെൻറ്റ്. സർ വോൾട്ടർ സ്കോട്ട് എന്ന റൈറ്ററിൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോണ്യുമെൻ്റാണിത്. ലോകത്തിലെവിടെയും ഇങ്ങനെ ഒരു റൈറ്ററിന് വേണ്ടി ഇത്ര വലിയൊരു മോണ്യുമെൻറ്റ് വേറെ ഇല്ല എന്നുള്ളതാണ്. ഒരു വിക്ടോറിയൻ ഗോത്തിക് മാസ്റ്റർ പീസാണ് ഈ മോണ്യുമെൻറ്റ്. ഇത് കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു. മാത്രമല്ല പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ്, അത് അവിടെ സമയം ചെലവഴിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ സമയം ചെലവഴിക്കാറുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നമുക്ക് പൈപ്പേഴ്സിൻ്റെ മ്യൂസിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. സ്കോട്ട്ലൻഡിൻ്റേത് മാത്രമെന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കാണ് ഈ പൈപ്പ് മ്യൂസിക്. അത് കേട്ട് ഇങ്ങനെ നമ്മൾ എഡിൻബറ സിറ്റിയിലൂടെ നടക്കുന്നത് തന്നെ വളരെ ഒരു എൻജോയബിൾ ആയിട്ടുള്ള കാര്യമാണ്. എഡിൻബറ സിറ്റിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിടെക്ചറാണ്. കല്ല് പതിപ്പിച്ച പഴയ ബിൽഡിങ്ങുകൾ, വിക്ടോറിയൻ മോഡൽ ബിൽഡിങ്ങുകളും ഗോത്തിക് സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിപ്പോഴും എഡിൻബറയിൽ കാണാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഹാരി പോട്ടറിൻ്റെ ജന്മനാട് കൂടിയാണ് എഡിൻബറ. JK റൗളിങ് ഹാരി പോട്ടർ എഴുതുന്നത് എഡിൻബറയിൽ വെച്ചാണ്. പിന്നെ ഇതാണ് ടൂറിസ്റ്റുകളുടെ മറ്റൊരു അട്രാക്ഷൻ, എഡിൻബറ കാസിൽ. 2000 വർഷം പഴക്കമുള്ള ഒരു വോൾക്കാനിക് റോക്കിൻ്റെ മുകളിലാണ് ഈ കാസിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഈ റെഡ് കളറിൽ കാണുന്ന ബിൽഡിങ്ങാണ് ഡ്രാക്കുള സെൻറ്റ് ജോൺസ് ചർച്ച്. അതിൻ്റെ മുനമ്പ് സെൻട്രൽ എഡിൻബറയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. സിറ്റിയിലൂടെ നമുക്ക് നടക്കുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ കോലം കെട്ടി നിൽക്കുന്നത് ലുക്കീമിയ റിസർച്ചിന് വേണ്ടിയുള്ള ഡൊണേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. If you be quiet, I'll make a little noise for you in a minute. A wee bit noise for you, right? Look at the camera, guys. Yes. Smile and say, "We are the Caledonians." The Caledonians. And you shall kneel. And sir, you have a wife? Did you kneel before your wife? Something to have to be a woman. Now, for you, little lady, I'm going to make a little noise for you. Okay. Stay there. What's the wee one's name? What's her name? Kissia. Kissia. This is for you. Kissia. Oh, Kissia. A little noise, okay? Just for you, my lady. Oh.
അങ്ങനെ പറയണ ഞങ്ങളിങ്ങനെ സിറ്റിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു സ്കോട്ടിഷ് മാനാണ്, പുള്ളിക്കാരൻ്റെ ഇങ്ങനെ വഴിയോരത്തിരുന്ന് പാട്ട് പാടുന്നത് കണ്ടത്. ഇങ്ങനെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവരൊരു പക്ഷേ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിക്കും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ നമുക്ക് കൊടുക്കാം. ഇത് എഡിംബ്രയിലുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ, ഒരു ഓപ്പൺ മാർക്കറ്റ്. നമ്മുടെ ക്യാസിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഇറച്ചിയും പിന്നെ മറ്റ് സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഫാം ഹൗസിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ചീസ്, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ മാർക്കറ്റിൽ. ഇവർ 9 മണി തൊട്ട് 2 മണി വരെ ഉള്ളൂ. 2 മണിയാകുമ്പോഴേക്കും ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയും വിറ്റ് തീരും എന്നുള്ളതാണ്. കാരണം മിക്ക ടൂറിസ്റ്റുകളും ഇങ്ങനെയുള്ള മാർക്കറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യും. ഇത് കണ്ട ആൽക്കഹോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങിക്കാനൊക്കെ പറ്റും ഇവിടെ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.